ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ് ചിക്കൻ കബാബ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഈ ചിക്കൻ കബാബ് റെഡിയാക്കുന്നത് ഓവനിലൊന്നല്ല, നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ കബാബ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായ രീതിയിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1.5 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, നല്ലതുപോലെ അരച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാതെ ഇതുപോലെ പച്ചയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വലിയുള്ളി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, നമുക്കിതുപോലെ നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കന്. എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കുക. നമ്മൾ മിക്സിയിലൊക്കെ ഇടുമ്പോൾ മിക്സി പെട്ടെന്ന് കേടായിട്ട് പോകും. അപ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ വലിയുള്ളി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് കുറച്ച് എനിക്ക് അരച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള നമ്മുടെ മല്ലിയിലയും പച്ചമുളകും ബാക്കിയുള്ള ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സ്പൂണ് വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 4 സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും തന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കബാബ് കൂടുതൽ എരിവുണ്ടാവില്ല. നമ്മളൊരു പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക. അപ്പോൾ ഇത് കുറഞ്ഞ ലൂസായിട്ടാണ് ഉള്ളത്. നമ്മുടെ ആ ഉള്ളിയുടെ നീരൊക്കെ വന്നതുകൊണ്ട് ഇത് കുറഞ്ഞ് ലൂസായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കണ്ടില്ലേ, ഇത് കുറഞ്ഞ് ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് കടലമാവാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റേണ്ട രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്പൂണ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് കൂടി പോവരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കൂല. ഇപ്പം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കുറച്ച് നമ്മുടെ കയ്യിൽ എണ്ണ തടവിയിട്ട് നമുക്കിതുപോലെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിതുപോലുള്ള ഷേപ്പാണ് ആക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് നീളത്തിൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ നമ്മൾ എണ്ണ തടവി കൊടുത്തതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല.
അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് 11 റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവണിൽ വേണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കബാബ് ഇതിലേക്ക് ഓരോന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ തീ ഒരു മീഡിയത്തിലിടണം, കൂടുതൽ തീയിലിടരുത്, അപ്പോൾ അത് പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞിട്ട് പോവും. അപ്പം നമ്മൾ തീ ഒരു മീഡിയത്തിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ ഇത് മുങ്ങിപ്പൊരിക്കണം എന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊട്ടും എണ്ണ കുടിക്കാത്തൊരു ഇതാണ്, നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണ അതിൽ തന്നെ അതുപോലെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള എണ്ണ അതുപോലെ ഉണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പം ഞാൻ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കബാബ്. ഇനി നമുക്കിത് ടൊമാറ്റോ സോസിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കേ.